യാതൊരു മനുജനാണോ സർവാൻ കാമാൻ വിഹായ, എല്ലാവിധ കാമനകളെയും ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹ, ആഗ്രഹം ഇല്ലാത്തവനായി, നിർമ്മമ, മമത്വം ഇല്ലാത്തവനായി, എൻ്റേതെന്നും അവൻ്റേതെന്നും ഉള്ള ചിന്തകളെയൊക്കെ വെടിഞ്ഞ് നിരഹങ്കാര, ഞാനെന്ന ഭാവം ഇല്ലാത്തവനായിട്ട്, അഹം കർത്ത അഹം ഭോക്ത ഇതി അഹങ്കാര, നാം ചെയ്യുന്നു, നാം ചെയ്തിട്ടുണ്ട്, നാം നാളെയും ചെയ്യും, ഇതാണ് അഹങ്കാരം. അതില്ലാത്തവനായിട്ട് ആരാണോ ചരതി പ്രവർത്തിക്കുന്നത്, സ ശാന്തിം അധിഗച്ഛതി, അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. ആരാണ് ശാന്തിയെ പ്രാപിക്കുന്നത്? ഇതിനാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പരിവർത്തനം എന്ന് പറയുന്നത്. പരിവർത്തനത്തെ ശരിക്ക് അദ്ദേഹം പറയുന്ന പരിവർത്തനവും ഇതാണ്. തന്നിലേക്കുള്ള, തൻ്റെ ആഴങ്ങളിലേക്കുള്ള പരിവർത്തനം. ഒരുത്തനെ പരിവർത്തനത്തിലേക്ക് മാറ്റണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ അവൻ്റെ ബാഹ്യമായ മാറ്റം കൊണ്ട് കാര്യമില്ല. അവനെ ഇതിലേക്കാണ് മറിച്ചിടേണ്ടത്. അവൻ്റെ പ്രഭവസ്ഥാനത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നദിക്കെതിരായിട്ടുള്ള ഒരു പോക്കാണ്. എവിടെ നിന്നാണ് നദി ആരംഭിച്ചത്? അതിലേക്ക്. ഗംഗോത്രിയിൽ പോയാൽ ഗംഗയുടെ ഉദ്ഭവം, കേദാറിൽ പോയാൽ മന്ദാകിനിയുടെ ഉദ്ഭവമാണ്, ബദരിയിൽ പോയാൽ സരസ്വതിയും അളകനന്ദയും കിട്ടും, യമുനോത്രിയിൽ പോയി കഴിഞ്ഞാൽ യമുനയുടെ ഉദ്ഭവം കിട്ടും. ഉദ്ഭവത്തിലേക്കുള്ള പോക്ക്. അതുകൊണ്ട് തീർത്ഥാടനം തൻ്റെ തന്നെ ഉദ്ഭവത്തിലേക്കുള്ള പോക്ക്. പ്രഭവസ്ഥാനം എവിടുന്ന് ആരംഭിച്ചോ അവിടേക്കുള്ള പോക്ക്. ഒന്ന് സമുദ്രമാണെങ്കിൽ മറ്റേത് പർവ്വതം. രണ്ടിൻ്റെയും ഇടയിലാണ് ജീവിതം. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നു. അതൊരു തിരിച്ചു നടക്കലാണ്. അതുകൊണ്ട് ഉപനിഷത്തിൽ ഋഷി കളിക്കുന്നത് തീക്കളിയാണ്. തിരിച്ചുപോക്ക് എന്നത് ചെറിയൊരു ഏർപ്പാടല്ല. അവനു മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ. ഹേ പാർത്ഥ, അല്ലയോ അർജുന. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ സംസാര മൃത്യോഹോ മുമുക്ഷും പാതീതി, പ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. ആ പരമാത്മാവിനെ അർത്ഥിക്കുന്നവൻ പാർത്ഥൻ. ജനിമൃതികളിൽ നിന്ന് മോക്ഷേച്ഛയുള്ളവനെ രക്ഷിക്കുന്നതിനെയാണ് പ എന്ന് പറയുന്നത്. ആ പ നേടാനുള്ള ശ്രമം നടത്തുന്നവൻ, അതുകൊണ്ട് പാർത്ഥൻ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.